പുതിയൊരു പ്രഭാതത്തിൽ മനോഹരമായ ഹൈവേയിലൂടെ ഒരു യാത്ര. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബസ് ടെർമിനൽ 1. ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുമുണ്ട്. ബസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറയുകയാണ്, ഫ്രണ്ടിൻ്റെ ബുഡ്ബിക്ക് ഒരു ഹാൻഡ് ബാഗ് വാങ്ങണമെന്ന്. ഏകദേശം 2000 രൂപയിൽ വരുന്ന ഒരു ഹാൻഡ് ബാഗ്. അങ്ങനെ കട അന്വേഷിച്ച് ഞങ്ങൾ തെരുവിലൂടെ നടക്കുകയാണ്. അങ്ങനെ ബസ് ടെർമിനൽ 1-ൽ നിന്ന് ഞങ്ങൾ നടക്കുകയാണ്. എപ്പോഴും തിരക്കുള്ള ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഫുട്പാത്തിലൂടെ കട അന്വേഷിച്ച് ഞങ്ങൾ നടക്കുകയാണ്. കുറേ ദൂരം നടന്നപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന ഒരു കവാടത്തിലൂടെ ആളുകൾ പോകുന്നതും കവാടത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ധാരാളം സാധനങ്ങൾ വിൽക്കുന്നതൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ അവരെ പിന്തുടർന്നു. അങ്ങനെ ധാരാളം ബാഗുകളുള്ള ഒരു കടയിൽ എത്തിച്ചേർന്നു ഞങ്ങൾ. ഇതിനിടയിൽ ഞാൻ ചുറ്റുപാടുകൾ നോക്കി കാണുകയാണ്. ബാഗിൻ്റെ മോഡൽ ഫോണിൽ നോക്കി ഉറപ്പ് വരുന്ന ഫ്രണ്ട്. ഈ ടണൽ പോലെയുള്ള സ്ഥലത്ത് ധാരാളം കച്ചവട സ്ഥാപനങ്ങളും ധാരാളം ആളുകളെയൊക്കെ കാണാം. ഇതിനിടയിൽ ഒരു ബാഗ് എടുത്ത് വുഡ് ബി അയച്ചു കൊടുത്ത മോഡലുമായി നോക്കുന്ന ഫ്രണ്ട്. അതാ മറ്റൊരു ബാഗ് എടുത്ത് അയച്ചു കൊടുത്ത മോഡലുമായി ഒത്തു നോക്കുന്നു. ഈ കടയിൽ ഉദ്ദേശിച്ച തരത്തിലുള്ള ബാഗ് ഇല്ലാത്തതുകൊണ്ട് വേറൊരു കടയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ കടയിൽ ധാരാളം ബാഗുകൾ കാണാം. വ്യത്യസ്ത കളറിലും വലിപ്പത്തിലും ഡിസൈനിലുമുള്ള ബാഗുകൾ. ഈ കടയിൽ ലഭ്യമായിട്ടുള്ള ബാഗിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു. ടണലിൽ ഉള്ളിൽ ആയതുകൊണ്ട് സിഗ്നലിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതേസമയം കടക്കാരൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാഗ് എടുക്കുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. വിവിധ മോഡലുകൾ. ആ കടയിലും ഉദ്ദേശിച്ച മോഡൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് തരത്തിലുള്ള മോഡലാണ് വേണ്ടതെന്ന്. അപ്പോൾ അത് ഫോണിൽ കാണിച്ചു. ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകണം മറ്റുള്ളവരോടൊപ്പം. പുറത്ത് കണ്ട ബാഗ് കടയിൽ നോക്കിയെങ്കിലും ഉദ്ദേശിച്ച തരത്തിലുള്ള ബാഗ് കിട്ടിയില്ല. ഈ പരിസരം മുഴുവൻ ഷോപ്പുകളാണ്. അവിടെ നമുക്ക് കാണാം പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്നത്. ഇവിടെ താൽക്കാലിക ഷോപ്പുകളും കാണാം. അങ്ങനെ വീണ്ടും മറ്റൊരു ബാഗ് ഷോപ്പിലെത്തി. ഇവിടെയും കാണാം വ്യത്യസ്ത മോഡലിലൊക്കെയുള്ള ബാഗുകൾ. വീണ്ടും ഉറപ്പുവരുത്താൻ വേണ്ടി ഫോണിലുള്ള മോഡലുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതിനുശേഷം ബുൾബിയായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. പക്ഷേ ഉദ്ദേശിച്ച ഭാഗം അല്ലാത്തതുകൊണ്ട് വേറൊരു മോഡൽ എടുത്തു. അതും ഉദ്ദേശിച്ച മോഡൽ അല്ല. സ്ഥിരവും താൽക്കാലികവുമായ ധാരാളം കടകൾ ഇരിക്കുന്ന ഈ പ്രദേശം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഓരോ കടയിൽ നിന്നും വളരെ നിരാശയോടുകൂടിയാണ് ഇറങ്ങിപ്പോകുന്നത്. കാരണം ഇത്രയും വലിയ നഗരത്തിൽ പറഞ്ഞ തരത്തിൽ ബാഗ് കിട്ടാൻ ഇല്ല എന്നറിഞ്ഞപ്പോൾ മൊബൈൽ എന്നെ കാണിച്ചു പറഞ്ഞു ഇത്തരത്തിലുള്ള ബാഗാണ് വാങ്ങേണ്ടതെന്ന്. പല ബാഗ് കടകളുടെയും സമീപത്തുകൂടെ അവസാനമായി ഒരു കട ലക്ഷ്യമാക്കി നീങ്ങി. ആ കാണുന്ന കടയിൽ ബാഗ് കടക്കാരനോട് മോഡൽ കാണിച്ചിട്ട് പറഞ്ഞു ഇത്തരത്തിലുള്ള ബാഗാണ് വേണ്ടതെന്ന്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു ഇത്തരത്തിലുള്ള ബാഗ് ഇവിടെയുള്ള കടകളിൽ ലഭ്യമല്ല, അത് ഓൺലൈനിലൂടെയാണ് ലഭിക്കുന്നതെന്ന്. ഈ മാർക്കറ്റിൽ ഒരു ബാഗിന് വേണ്ടി ഇത്രയും നേരം അലഞ്ഞിട്ടും കിട്ടാത്തത് കൊണ്ട് ഈ മാർക്കറ്റിൽ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും വാങ്ങണമെന്നോർത്ത് ഒരു ചെരുപ്പ് വിൽക്കുന്ന കടയുടെ അടുത്തെത്തി. ഇവിടെ ചെരുപ്പ് ചൂടുപ്പം പോലെയാണ് വിൽക്കുന്നത്. ആ കടയിൽ നിന്നും എൻ്റെ സുഹൃത്ത് തനിക്ക് ഇഷ്ടമുള്ള ഒരു ചെരുപ്പ് വാങ്ങി ഇവിടെ നിന്ന് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. വന്ന വഴി തന്നെ തിരിച്ചു പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാർക്കറ്റിൽ നടക്കുന്ന
കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടുകൊണ്ട് പുറകെ ഞാനുമുണ്ട്. ഞങ്ങൾ ഈ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, കിട്ടിയ ഏതെങ്കിലും ഒരു ബാഗ് വെച്ച് തൻ്റെ വുഡ്ബിയെ തൃപ്തിപ്പെടുത്താണ്ട് അവർ ആഗ്രഹിച്ച ബാഗ് തന്നെ വേണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ട് ഒരു ബാഗും വാങ്ങാണ്ട് പോയ എൻ്റെ സുഹൃത്തിൻ്റെ കാര്യമോർത്തുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റിൽ നിന്നും മനോഹരമായ ബാംഗ്ലൂർ നഗരത്തിലേക്ക് ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചു. മനോഹരങ്ങളായ ധാരാളം ബസ്സുള്ള നഗരമാണിത്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തു കൂടിയാണ്. ഫുട്പാത്തിൻ്റെ സമീപത്ത് വളർന്നു നിൽക്കുന്ന മനോഹരങ്ങളായ തണൽമരത്തിൻ്റെ അടിയിലൂടെ മനോഹരമായ ബാംഗ്ലൂർ നഗരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഈ പൊരിവെയിലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണ്. തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മനോഹരമൊരു സ്ഥലം. പൊരിവെയിലത്ത് ഞങ്ങളുടെ നടത്തം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബസ്സിൻ്റെ സമീപത്തൂടെയൊക്കെയാണ്. അങ്ങനെ നടന്ന് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തി. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഗ്രഹാതുരത്വമുണർത്തുന്ന മറ്റൊരു കാഴ്ച കണ്ടത്. ഗോലി നാരങ്ങ സോഡ വെള്ളം വിൽക്കുന്ന സ്ഥലം. എന്നാൽ അത് കഴിച്ചിട്ടാവാം തുടർന്നുള്ള നടത്തം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഗോലി നാരങ്ങ സോഡ വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് ആ കടക്കാരൻ ഗോലി സോഡ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതെല്ലാം നോക്കിക്കൊണ്ട് ഞങ്ങൾ ആ തണലത്ത് കുറേ നേരം നിന്നു. ഈ കടയിൽ നിന്ന് ധാരാളം ആളുകളാണ് ഗോലി നാരങ്ങ സോഡ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഗോലി നാരങ്ങ സോഡ വെള്ളം കുടിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു. അവിടെ നിന്ന് സ്വാഭാവികമായും ഞങ്ങൾ എത്തിച്ചേരുക ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല വിശപ്പ്, കുറേ നേരമായിട്ട് അലച്ചിലല്ലായിരുന്നു. മെനു നോക്കി ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പോകാനുള്ളത് റോഡ് ക്രോസ് ചെയ്ത് 2 വഴിക്കാണ്. സീബ്ര ലൈനിലൂടെ ഞങ്ങൾ റോഡിൻ്റെ അപ്പുറം കടന്നു. സുഹൃത്തിന് പോകേണ്ടത് ബസ്സിനാണ്. അങ്ങനെ സുഹൃത്തിനെ യാത്രയാക്കി. എനിക്ക് പോകേണ്ടത് ട്രെയിനാണ്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി
ടണലിൽ ഉള്ളിലൂടെ പോകുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.